എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നതൊരു വെള്ളക്കടലക്കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ബൗളിൽ ചനാ ദാൽ അല്ലെങ്കിൽ വെള്ളക്കടല എടുക്കാം. 6 മുതൽ 8 മണിക്കൂർ വരെ കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. ഒരു ഓവർനൈറ്റ് ആണ് കുതിർത്തി വയ്ക്കുന്നതെങ്കിൽ നല്ലതായിരിക്കും. ഇങ്ങനെ കുതിർത്തിയെടുത്ത കടല 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. കുക്കറിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കടലക്കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി ചൂടാക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഒരു 4 ഏലക്കായ ചേർത്ത് കൊടുക്കാം. കൂടി പോകണ്ട. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 10 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് പകരം വറ്റൽമുളക് ചേർക്കാം. രണ്ടിനും 2 ടേസ്റ്റ് ആയിരിക്കും. രണ്ടും നല്ലതാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ട് നല്ല കളർ ഉണ്ടാവും, എരിവ് കുറവായിരിക്കും. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് വെക്കാം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ട് ഇത് അടിച്ചെടുക്കുക. ചൂടോടുകൂടി ഒരിക്കലും മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പാടില്ല. മിക്സിയുടെ അടപ്പ് പൊന്തി വരാനും അങ്ങനെ അപകടം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് വേണം അടിച്ചെടുക്കാൻ. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. ഇനി നേരത്തെ എടുത്തിട്ടുള്ള അതേ കടായിലേക്ക് തന്നെ ഈ അരച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. അരച്ച മിക്സിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മിക്സിയുടെ ജാറിലും അല്ലാതെയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് ഇത് ഡൈല്യൂട്ട് ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്യാം. നന്നായി തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. കടല കൂടി ചേർത്തതിന് ശേഷം നന്നായി ചൂടായി തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല. ആ ഒരു ടേസ്റ്റ് എല്ലാം നന്നായി ഒന്ന് ബാലൻസ് ആവും. നല്ലതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അര ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ 2-3 ചെറിയുള്ളി ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്തതും കറിവേപ്പിലയും വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.